നമസ്കാരം, ഞാൻ മൃണാൾ. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കൽ എൻ്റെ കൺസൾട്ടൻസി ജോലിയുടെ പ്രധാന ഭാഗമാണ്. പക്ഷെ എൻ്റെ സ്വന്തം ബ്രാൻഡാകുമ്പോൾ ഇതിൻ്റെ കോസ്റ്റിങ്ങും വയബിലിറ്റിയും ഒക്കെ ഞാനെന്താ ആനയോ ഒരാൾക്ക് കഴിക്കാൻ ഇത്രയും ബിരിയാണി. ഇതിലാദ്യം എടുക്കുന്നത് എത്ര മുട്ട വേണം എടുക്കുക അല്ലേ? മുട്ട മുള്ള നമ്മൾ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റൈസ് വാങ്ങിയിട്ട് ഒരുപാട് ട്രയൽ ചെയ്തിട്ടൊക്കെയാണ് ബിരിയാണി തുടങ്ങിയത്. അപ്പോൾ ഷെഫ് ഈയിടെ പറഞ്ഞു ഇതിലും നല്ലൊരു റൈസ് കിട്ടാണ്ട്. ഞാൻ പറഞ്ഞു ഇതിന് നല്ല റൈസ് അല്ലേ? അങ്ങനല്ല, ബെറ്റർ റൈസ് കിട്ടാണ്ട് ഭയങ്കര സംഭവം, അതിനേക്കാളും കുറച്ചുകൂടെ വില കൂടും. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ നോക്കി നോക്കി നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കൂടുന്നാണ് പറഞ്ഞത്, മറ്റേ റൈസിനേക്കാൾ കുറച്ച് കൂടും. ആക്ച്വലി ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ കൂടെയായിരുന്നു. കാരണം അവർ എന്നെ വിളിച്ച് പറഞ്ഞത് കുറച്ചൊന്നും അല്ലാണ്ട് കൂടും, ഒരുപാട് കൂടും, അത് ഇവിടെ ഒന്നും കിട്ടാനില്ല, കൊച്ചിയിൽ ഒരു സപ്ലൈർ എടുത്തില്ല, ഇവിടുന്നോ കൊണ്ടുവരണം, ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര പ്രൈസിങ്ങാണ്, അത് ഒരുപാട് വില കൂടും. പക്ഷേ ഷെഫ് അതിൽ കുറച്ച് നിന്നിട്ട് ഇത് ട്രയൽ ചെയ്യാൻ കൊടുത്തയച്ചാണ്. ഇപ്പം എന്തായാലും ഈ റൈസ് തന്നെ വേണ്ടി വരും. മറ്റേ നല്ലതാണ്, പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. ഒരു പൊടിക്ക് മധുരം കൂടുതലുണ്ട് അച്ചാറിൽ. പിന്നെ റൈസിൻ്റെ വില കൂടിയാലും ബിരിയാണിയുടെ വില കൂട്ടണമെന്ന് മാനേജർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് പിന്നെയും കൂട്ടും. ഓക്കെ, ഈ റൈസ് തന്നെ വേണം. ഓക്കെ. പിന്നെ ഇത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും മാത്രമാണല്ലോ കൊച്ചി കിട്ടുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഒരു നമ്പർ കാണിക്കാം. നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ബിരിയാണി കൂടുതൽ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ടേക്ക് അവേ എടുക്കാം. അപ്പോൾ അതിന് സ്വിഗ്ഗിയിലും സൊമാറ്റോയും അത്ര വില ഉണ്ടാവില്ല, കുറച്ചുകൂടെ കുറയും. ഞാൻ കൊച്ചിയിൽ നിന്ന് ബിരിയാണി പണ്ട് കഴിച്ചപ്പോഴാണ് ആദ്യമായിട്ട് പൈനാപ്പിൾ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന കണ്ടത്. അതുപോലെ ഞാൻ കൊച്ചി കണ്ട വേറൊരു സാധനമുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ കിട്ടുന്ന ഒരു പുളിയിഞ്ചി പോലത്തെ ഒരു സാധനമുണ്ട് ബിരിയാണിയുടെ കൂടെ. പൈനാപ്പിൾ സാലഡായിട്ട് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ വേണം. പക്ഷെ ഡേറ്റ്സ് പിക്കിൾ ആ ഒരു വേരിയേഷനിലൊരു സ്വീറ്റ്നെസ് എന്തായാലും ഡേറ്റ്സ് പിക്കിളുണ്ട്, അപ്പോൾ അത് വേണം. എന്തൊക്കെ ചിന്തിക്കണം, കഷ്ടപ്പാട് തന്നെ. ബിരിയാണിയുടെ കൂടെ എന്തായാലും മുട്ട വേണം. പക്ഷേ നമ്മുടെ ബിരിയാണിയുടെ കൂടെ സ്പെഷ്യൽസ് ആഡ് ചെയ്താൽ മാത്രമേ മുട്ട വരുള്ളൂ കേട്ടോ. ചട്ടി ബിരിയാണിയെ പറ്റി പറയാൻ പറഞ്ഞു. ആക്ച്വലി ഇതാണ് നമ്മുടെ ചട്ടി ബിരിയാണി. ഇത് ബേസിക്കലി ദം ചെയ്ത പോലെയാണ് വരിക. ഇതിന് 1600 രൂപ, 1599 അത്രയാണ് വില സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റേണ്ടതാണ്. നമ്മളിതിങ്ങനെ ഒരുപാടൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഒരു ദിവസം 3 or 4, വീക്കെൻഡൊക്കെ ആണെങ്കിൽ 4 or 5 അത്രയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ മാത്രമല്ല ചട്ടിയുള്ളൂ, മാത്രമല്ല ചട്ടി കൊടുക്കാത്ത വിലയാണ്. സ്വിഗ്ഗി സൊമാറ്റോ വഴി ചെയ്യുന്ന സമയത്ത് ഈ പായസം കുറിച്ച് ഭയങ്കര നല്ലതെന്ന് പറയണം. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ മനസ്സിലെ പായസം വേറെ എന്തുവാ, അതും പറഞ്ഞിട്ട് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല.